بسم الله الرحمن الرحيم. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثا فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرور موضونة متكئين عليها متقابلين يطوف عليهم بلدان مخلدون بأكواب وأباريق وكأس من معين. അനിഷേധ്യമായ ആ മഹാസംഭവം അരങ്ങേറുമ്പോൾ അന്ത്യനാളിൻ്റെ മറ്റൊരു നാമമാണ് അൽ വാഖിയ. അത് നടപ്പിലാക്കാൻ അള്ളാഹു തീരുമാനിക്കുന്ന നിമിഷം അതിനെ തിരിച്ചുവിടാനോ പ്രതിരോധിക്കാനോ നിർത്തിവയ്പ്പിക്കാനോ ഒരാൾക്കും സാധ്യമല്ല. അത് ചിലരെ താഴ്ത്തുകയും ചിലരെ ഉയർത്തുകയും ചെയ്യും. ഭൂമി കിടുകിട പ്രകമ്പിതമാവുകയും പർവ്വതങ്ങൾ പൊടിഞ്ഞ് തരിപ്പണമാക്കപ്പെടുകയും ചെയ്താൽ, അങ്ങനെ അത് പാറിപ്പറക്കുന്ന പൊടിപടലങ്ങളാവുകയും നിങ്ങൾ മൂന്ന് കക്ഷികളാവുകയും ചെയ്താൽ, അവരിൽ വലതുകരങ്ങളിൽ കർമ്മരേഖ ലഭിക്കുന്നവരുണ്ടല്ലോ, ആ വലതുപക്ഷക്കാർ എത്ര സൗഭാഗ്യവന്മാർ. ഇടതുകരങ്ങളിൽ കർമ്മരേഖ ലഭിക്കുന്നവരുണ്ടല്ലോ, ആ ഇടതുപക്ഷക്കാർ എത്ര ഹതഭാഗ്യർ. നന്മയിലേക്ക് മുന്നേ നടന്നവരാണ്, സ്വർഗത്തിലേക്ക് മുന്നേ നടക്കുന്നവർ. അവരാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയവർ. അനുഗ്രഹീത ആരാമങ്ങളിലാണവർ. പൂർവികരിൽ നിന്നുള്ള ഒരു വൻ സംഘവും പിന്മുറക്കാരിൽ നിന്നുള്ള ഒരു ചെറു സംഘവും രത്ന കവചിത കനകക്കട്ടിലുകളിൽ അവർ മുഖാമുഖം ചാരിയിരുന്നുല്ലസിക്കും. കോപ്പകളും കൂജകളും മധ്യചഷകങ്ങളുമായി നിത്യബാലന്മാർ അവർക്ക് ചുറ്റുമുണ്ടാകും. വലതുകക്ഷി ഇടതുകക്ഷി നന്മയിൽ മുൻകടന്നവർ എന്നിവരാണ് മൂന്ന് കക്ഷികൾ. അവരിൽ രണ്ട് വിഭാഗം സ്വർഗത്തിലാണ്. മുൻകടന്നവർ അസ്സാബിഖൂൻ പ്രവാചകരാണെന്നും ഓരോ സമുദായത്തിൽ നിന്നും മുൻപന്തിയിൽ നിൽക്കുന്നവരാണെന്നും മറ്റും അഭിപ്രായങ്ങളുണ്ട്. ഈ വചനത്തിൽ പൂർവികർ പിന്മുറക്കാർ എന്നിങ്ങനെ പറഞ്ഞത് ഈ സമുദായത്തിലെ മുൻഗാമികളും പിൻഗാമികളുമാണെന്നാണ് പണ്ഡിതന്മാരുടെ പ്രബലപക്ഷം. ആദം നബി അലൈഹിസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ളവരാണ് പൂർവികരെന്നും അവിടെ മുതൽ അന്ത്യനാൾ വരെയുള്ളവരാണ് പിന്മുറക്കാർ എന്നും അഭിപ്രായമുണ്ട്.